എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തമ്പനയിലിൽ നമ്മൾ കണ്ട പോലെ തന്നെ കുട്ടികളുടെ ഒരു വലിയ ലോകത്തേക്ക് തന്നെയാണ്. ദ കിഡ്സ് ക്യാപിറ്റോൾ. പതിനൊന്നായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്ലേ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കേരളാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗാഡ്ജറ്റ് ഫ്രീ പ്ലേ ഏരിയയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഷൂസ് ഒന്നും ഉള്ളിൽ അലൗഡ് അല്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഷൂസ് എല്ലാം പുറത്ത് റാക്കിൽ വെച്ചതിന് ശേഷം സോക്സ് ഉപയോഗിച്ച് ഇതിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സോക്സ് കൊണ്ടുവരാത്തവർക്ക് ഇവിടുന്ന് സോക്സ് മേടിക്കാവുന്നതാണ്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഫ്ലോർ മുഴുവൻ സോഫ്റ്റ് പാഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഒന്ന് വീണാൽ പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള മെറ്റീരിയൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അന്നുവിന് ഈ പ്ലേ ഏരിയ മൊത്തം കണ്ടിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത എക്സൈറ്റ്മെൻറ്റിലായിപ്പോയി. പുള്ളി ആദ്യം വന്ന പാടെ തന്നെ ഒരു ചാട്ടാങ്ങ് ചാടി. അന്നു ഓർത്തത് ആ ബോൾ നല്ല കനത്തിൽ അവിടെ ഉണ്ടെന്നോർത്ത് ചാടിയത്, പക്ഷേ പുള്ളി അവിടെ വീണു പോവുകയായിരുന്നു. ചെറുതായൊക്കെ വീണാലും അവിടെ ഒന്നും പറ്റില്ല. അതുപോലത്തെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷൂസൊക്കെ ഊരിയിട്ട് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു കഫേ ഏരിയ ഉണ്ട്. നമുക്ക് അവിടുന്ന് ഐസ്ക്രീംസ്, അങ്ങനെ ചെറിയ സ്നാക്സ് എല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 499 രൂപയാണ് ടിക്കറ്റ് എമൗണ്ട് വരുന്നത്. ആ കൂടെ തന്നെ നമുക്കൊരു പേരൻറ്റിനും ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാം. 1 hour ആണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. എക്സ്ട്രാ ടൈമിന് 99 രൂപ വെച്ച് നൽകേണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു കുട്ടികളുമായിട്ട് ഒരു ഗെയിം കളിക്കുന്നിടത്തോ വല്ലതും പോവുകയാണെങ്കിൽ അവിടെ കുട്ടികൾക്ക് മാത്രമായിരിക്കും പ്രവേശിക്കാനും കളിക്കാനും ഒക്കെ അലൗ ചെയ്യുക. ഇവിടെയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ പേരൻസിനും കൂടെ കയറി കളിക്കാവുന്നതാണ്. ഒരു 2-3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമുക്ക് പേരൻസിന് കയറാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നമുക്ക് പേരൻസിനും കുട്ടികളുടെ കൂടെ കയറി കളിച്ച് നടക്കാവുന്നതാണ്. അന്നുവിന് കൂടുതൽ ഇഷ്ടമായത് ഈ ഗെയിമായിരുന്നു. ഇതുവഴി കയറി ചെന്ന് ഇതുവഴി ഊർന്നിറങ്ങി ഇങ്ങോട്ട് വരും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഗെയിം. ഒരു ബസ്സിൻ്റെ മാതൃകയിലുള്ള കളിസ്ഥലമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് മുഴുവൻ കല്ലുകളാണ്. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരുതരം കല്ലാണ്. അത് ഇങ്ങനെ വാരിയിട്ട് ഇതിനുള്ളിലിട്ട് കളിക്കുകയാണ്. കൂടെ അമ്മയും കയറിയിട്ടുണ്ട് അന്നുവിൻ്റെ കൂടെ. ദീപ എന്ന് പറയുന്ന ഒരു ബിടെക് കാരിയുടെ ഒരു സംരംഭമാണ് ഈ കിഡ്സ് ക്യാപിറ്റോൾ. നമ്മളാദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേ ഏരിയയാണ്. നമ്മളിപ്പോൾ ലുലു മാളാണെങ്കിലും സെൻട്രൽ സ്ക്വയർ മാളാണെങ്കിലും ഒക്കെയാണ് കൂടുതൽ കുട്ടികൾക്കായിട്ട് കളിക്കാനായിട്ടൊക്കെ ഒരു ഏരിയ ഉള്ള ഒരു മാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോ ഗെയിംസോ അങ്ങനെയുള്ള ഗെയിംസ് ഒന്നുമല്ല ഉള്ളത്. ഫുള്ള് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും കുട്ടികൾക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുന്ന ടൈപ്പുള്ള ഗെയിം സോണാണ് ഇവിടെ ഉള്ളത്.
മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. നമുക്ക് മുതിർന്നവരാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് ഇവിടെ ഉള്ളത്. അന്നുൻ്റെ കൂടെ കളിക്കാൻ ഇറങ്ങി ധന്യയാകെ വിഷമിച്ചു പോയി. ഇതിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്കായി. ഒരു വിധത്തിലാണ് അങ്ങ് എന്ത് വരെ എത്തിയത്. എല്ലാ ഗെയിംസും എല്ലാ ഏരിയയും നല്ല പക്ക ഫിനിഷായിട്ട് എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള പ്ലേ ഏരിയയാണ് ഈ കിഡ്സ് ക്യാപിറ്റോൾ. നമ്മുടെ ഈ കിഡ്സ് ക്യാപിറ്റോളിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തറ ഇരുമ്പനത്തുള്ള കാർണിവൽ ഹൈ സ്ട്രീറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റുഡിയോയും റൈറ്റ് സൈഡിൽ മാക്സും ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. കുട്ടികളെ വേണമെങ്കിൽ മേളിൽ കൊണ്ട് പ്ലേ ഏരിയയിലാക്കിയതിന് ശേഷം നമുക്ക് പർച്ചേസിങ്ങിന് പോകണമെങ്കിൽ അങ്ങനെയും ആകാം. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ കിഡ്സ് ക്യാപിറ്റോൾ. നമുക്കും ആ കൂടെ പോയി കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അവിടെ. അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും പോയി ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേ ഏരിയയാണ് ഈ കിഡ്സ് ക്യാപിറ്റോൾ. അവിടുത്തെ ടൈമിംഗ് വരുന്നത് 11 AM തൊട്ട് 10 PM വരെയാണ്. പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ ചിലപ്പോൾ ചെറിയ ടൈമിങ്ങിൽ ചെറിയ വേരിയേഷൻ വരാം. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
നമുക്കിവിടെ വന്നതിന് ശേഷമുള്ള നമ്മുടെ അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിൽ അത് എല്ലാം നമുക്കിവിടെ എഴുതി വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ അനേകം ആൾക്കാർ വന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതൊരു നല്ല ഗെയിമായിരുന്നു, പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അടിയിൽ നിന്ന് ബോളുകൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് സക്ക് ചെയ്ത് മേളിൽ ചെല്ലും. എന്നിട്ട് കുറേ ബോളുകൾ നിറഞ്ഞു കഴിയുമ്പോൾ താഴത്തേക്ക് മഴ പോലെ പെയ്യുന്ന ഒരു ഐറ്റമായിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഡാൻസിങ് ഏരിയയാണ്. ഇതിനകത്ത് ലൈറ്റ്സ് നമ്മൾ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ്സ് തെളിയും. അതിനനുസരിച്ച് നമ്മൾ ഡാൻസ് കളിക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം കയറി കളിക്കാവുന്ന ടൈപ്പ് ഒരു ഗ്ലാസ്സാണിത്. പൊട്ടിപ്പോകുമൊന്നുമില്ല, നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെന്നപ്പോൾ അത് വർക്കിംഗ് അല്ലായിരുന്നു, എന്തോ അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ബൈ.